വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം വേറെ ഒന്നുമല്ല. ഞാൻ ഇന്നൊരു എൻ്റെ മോർണിംഗ് റുട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. ഞാൻ 5:30ക്ക് എഴുന്നേക്കും. ജഡ്ജ്മോനെ നമുക്കൊരു 7:45 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടണം. അപ്പം അവനെ റെഡിയാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീനിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന് ശേഷം മോർണിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് മോർണിംഗത്തെ എല്ലാ കാര്യം കാണിക്കാമല്ലോ. നമുക്കൊരു ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം ബ്രോഡ്വേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ പരിപാടി തുടങ്ങാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഉണ്ടയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ അരിപ്പൊടിയും പിന്നെ തേങ്ങയും പഞ്ചസാരയും നല്ല ചൂട് വെള്ളത്തിലിട്ടിട്ട് നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞുണ്ടയാക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിനി പിള്ളേരെ വിളിക്കാൻ പോകാം. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് പിള്ളേരെ എഴുന്നേൽപ്പിക്കണം. പിള്ളേരല്ല, ചച്ചുമോനെ എഴുന്നേൽപ്പിക്കണം. അതിനേക്കാളൊക്കെ മുമ്പ് എൻ്റെ കെട്ടിയോനെ എഴുന്നേൽപ്പിക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ചടങ്ങുള്ള പരിപാടി. കെട്ടിയോൻ എഴുന്നേറ്റാലാണ് നമ്മുടെ പിള്ളേരെ എഴുന്നേൽക്കുള്ളൂ. ആദ്യം ചായ വിളിച്ച് എഴുന്നേൽപ്പിക്കാം. നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ചായ ഗുഡ് മോർണിംഗ്. മോർണിംഗ് റുട്ടീൻ എടുക്കാം. അപ്പോൾ ചായ എഴുന്നേൽപ്പിക്കേണ്ട ഒരു ഭാഗമാണല്ലോ. എഴുന്നേക്ക്. 6:30 കഴിഞ്ഞു. ചായ എഴുന്നേക്ക്. റുട്ടീനാ. ഞാൻ പറയാന്നല്ല, ഏറ്റവും വലിയ ടാസ്ക് ചായ വിളിച്ച് എഴുന്നേൽപ്പിക്കലാണ്. അത് തെളിയിച്ച് കൊടുക്കരുത് ചായ. അതല്ലാന്ന് ചായ തെളിയിക്കണം. ചായ ചാടി എഴുന്നേക്ക്. എടോ 6:30 കഴിഞ്ഞു എഴുന്നേക്കാൻ. ഇന്നലെ എന്റെ ചായ മോനെ ഗുഡ് മോർണിംഗ് ജീസസ്. ഗുഡ് മോർണിംഗ്. മറ്റേ പോയിരുന്നു കൂളി പോണ്ടേ, പഠിച്ചാൽ പോണ്ടേ, ഫ്രണ്ട്സിനെ കാണണം, മിസ്സിനെ കാണണം, കളിക്കണം. അതെന്താ കൂളി പോകണ്ടേ ഇവിടെ പൊന്നിനെ? അമ്മത്തെ പൊന്നിന് ഉണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചണ്ടേ നമുക്ക്? അമ്മ എടുക്കാൻ വായോ. എൻ്റെ മോൻ അങ്ങനെ ഗുഡ് ബോയ് ആയിട്ട് ഏറ്റു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മോനെ എഴുന്നേൽപ്പിക്കേണ്ട ഒരു ചടങ്ങ് എനിക്കില്ല. കുരിശ് വരച്ച മേട ബാവ, കുരിശ് വരയ്ക്കേ ഇല്ലേ? വരയ്ക്കണം. അന്ന് ബാഡ് ബോയോ ഈശോ കൂട്ടുകൂടില്ല കേട്ടോ. പിതാവിനും, ഇപ്പുറത്തെ കൈ കൊണ്ട്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. വാഷ്റൂം പോയാ? പോയി. ഇനി നമുക്ക് അടുത്ത പരിപാടി, നമുക്ക് പല്ല് തേക്കണം അല്ലേ? പല്ല് തേക്കാം. നമുക്ക് ബ്രഷ് ചെയ്യാൻ പോയിട്ട് താണ് ഞാൻ ആദ്യമേ അപ്പേനെ വിളിക്കാൻ പോയതിൻ്റെ കാര്യം മനസ്സിലായില്ല എല്ലാവർക്കും. അപ്പേറ്റാലാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുള്ളൂ. തന്നെ പല്ല് തേക്കണേ. ഒരു കാരണം അപ്പ എഴുന്നേറ്റിട്ട് തേക്കാണ്. കള്ളക്കൊക്കെ. അപ്പനെ വിളിക്കാം ഒന്നുകൂടി പോയിട്ട്. വിളിക്കണ്ടേ? വിളിച്ചു കഴിഞ്ഞാൽ വേഗം പല്ലയക്കണല്ലോ. അയ്യട്ടെ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. വേഗമായി. അമ്മ രാവിലെ ഏറ്റവും അവൻ 5:30 എഴുന്നേറ്റപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയതാ. മോൻ വന്നപ്പോഴത്തേക്കത് ഉണ്ടാക്കി തീർന്നു. വേഗം പല്ല് വെച്ച് കഴിഞ്ഞാൽ വേഗം കുളിച്ച് കഴിയാം. ഓക്കെ. ആൾ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ റെഡി ചെയ്യണത് വേഗമായി എന്നൊക്കെ ചോദിച്ചു. അപ്പം നമുക്ക് സ്കൂളിലേക്ക് ഞാൻ അത് തന്നെ കേട്ടോ അവന് കൊടുത്തു വിടുന്നത്. കാരണം ഇത് അവന് ഇഷ്ടമുള്ള ഫുഡാണ്. ഉണ്ട മാത്രം മതിയോ? ബദാം വേണ്ടേ? വെക്കാം ആവേ. ബാഗിൽ വെക്കില്ല. ബാഗിൽ വെക്കല്ലേ വെക്ക. അപ്പൊ നമ്മള് എന്തിട്ടേക്ക് വെക്കാൻ പോണേ? എൻ്റെ മോനെ കാണിച്ചു കേട്ടോ.
അപ്പൊ നമ്മൾ എന്തിലേക്ക് വെക്കാൻ പോണ വാവേ? ഉണ്ട ഉണ്ട ഇനി വീണ്ടും ഉണ്ട്, അതായത് 3 ഉണ്ടുണ്ട്. ഓക്കെ. പിന്നെ ബദാം വെക്കും. ബാഗിലല്ല, ടിഫിൻ ബോക്സിലല്ലേ ഇതൊക്കെ വെക്കുക. ആര് ബാഗിൽ വെക്കണത്? എവിടെ കണ്ടു? സ്കൂളില് ബുക്ക് ഇന്നലെ കൊണ്ടുപോയി ബുക്കൊക്കെ സ്കൂളിൽ വെച്ചില്ലേ? ഇന്ന് മലയാളം ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഉണ്ട മുറിച്ച് വെക്കണോ അമ്മ? അത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയോ? ഇങ്ങനെ വെച്ചാൽ മതി, മുറിക്കണ്ട. ഞങ്ങളുടെ അപ്പനും എത്തിട്ടോ. ഞാനിങ്ങനെ ഫോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കണം. ഗുഡ് മോർണിംഗ്. ഇട്, തലയിലിട്. അയ്യോ, ഞാനും ചാനും കൂടി നിൽക്കുമ്പോൾ എനിക്ക് ഫോൺ ഇങ്ങനെ പിടിക്കാൻ പറ്റണില്ല. എൻ്റെ കഴുത്ത് ഒന്നില്ലെങ്കിൽ എൻ്റെ കഴുത്ത് തല കാണില്ല, അല്ലെങ്കിൽ ഇച്ചാൻ്റെ തല കാണില്ല. പിടിച്ചേ. ഇത് മുറിക്കാൻ മുറിക്കണ്ടെന്ന് വേണ്ട. മുറിക്കണ്ടെങ്കിൽ ഏത് ഇത്ര വേണ്ടേ? ഞാൻ വേഗം പല്ല് തേച്ചോ. വെള്ളം റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ജോഷുവ തോമസ് സിജു. അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ ഒരുവിധം അംഗങ്ങളും എഴുന്നേറ്റ് കഴിഞ്ഞു ഗൈസ്. ഗുഡ് മോർണിംഗ് ജീസസ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ജീസസ്. രാവിലെ തന്നെ നല്ല മഴയാണ്. നമ്മുടെ കാർമ്മ മഴ പെയ്യണ്ടല്ലേ? എവിടെ നോ? യെസ് യെസ്, നമ്മുടെ കാർമ്മ മഴ പെയ്യുന്നുണ്ട്. കുഞ്ഞെന്താ കഴിക്കണേ? ഉണ്ടയും പാലും. ഇഷ്ടായ? ഓഹോ, പാലും ഇടിയപ്പോ. ഉണ്ട കുഴച്ച് കഴിഞ്ഞപ്പോ അവൻ പറയുന്നത് പിടിയപ്പായല്ലോ എന്ന്. അപ്പനല്ലേ എന്ന് ഇടിപ്പിക്കണേ, അപ്പ ഇടിപ്പിച്ചാ മതി. സോക്സ് ഇല്ല വാവേ. ഇന്നലെ ചായ മിസ് പ്രത്യേക മെസ്സേജ് ഉണ്ട്, മഴയുള്ളപ്പോൾ ഷൂ ഇടരുത്, സാൻഡിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് അപ്പനൊന്ന് വായിക്കി. അപ്പനാണ് മോന് സപ്പോർട്ട് ചെയ്യണം ഷൂ ഇടാനായിട്ട്. ഇന്നലെ ഒരു വമ്പൻ കോമഡി ഉണ്ട്. മലയാളം ടെക്സ്റ്റ് ബുക്ക്. പക്ഷെ അവരെല്ലാ ബുക്കും വാങ്ങിച്ചു വെച്ചു. അവിടെ കൊണ്ടുപോയ ബുക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ കോമഡി പറയാം. ഇന്നലെ ഉണ്ടല്ലോ, ഞങ്ങൾ വലിയ കാര്യത്തിൽ യൂണിഫോമൊക്കെ യെല്ലോ യൂണിഫോമൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ നിൽക്കണ നേരമായപ്പോഴാണ് കത്തിയത്. എന്ത് ഇന്നലെ ബുധനാഴ്ചയായിരുന്നു എന്നുള്ള കാര്യം. ഇന്നലെ ഞങ്ങൾക്ക് യെല്ലോ യൂണിഫോം അല്ലായിരുന്നു, ഞങ്ങൾക്ക് ടീഷർട്ടും ട്രൗസറായിരുന്നു. ബെൽറ്റ് ഇല്ല. അങ്ങനെ വേഗം മാറ്റിച്ച് കൊണ്ടുപോയി. അവിടെ വേറെ കൊച്ചു വന്നിട്ടുണ്ടായിരുന്നല്ലേ ചായ, മഞ്ഞിട്ടിട്ട്. അത് തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ, അത് കാരണമാണ് കൺഫ്യൂഷനായി പോയത്. എന്തേ ഇതാരത്? ഇവിടെ കുഞ്ഞിപ്പെണ്ണ് പടം വരയ്ക്കരുത്, അപ്പയ്ക്ക് കൊടുക്ക്. ഏതിടണോന്ന്? മോയ്സ്ചറൈസറാണ് അപ്പ.
അജേത് യോഹന്നാൻ 14:26. യേശുവിന്റെ നാമത്തിൽ സഹായത്തിനായ പരിശുദ്ധാത്മാവ് യേശുവിനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും തക്ക സമയത്ത് എഴുതിപ്പിക്കുകയും ചെയ്യും. വിജയം നൽകുന്ന യോദ്ധാവ് ചുറ്റുമതി കൂടെയുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നീ വലുതായ അവിടെ മുട്ടോ ഇല്ല, കുറച്ചും കൂടി വലുതാവണം. അപ്പോ അപ്പോ അതിൻ്റെ ഉള്ളിൽ കൂടെ പോരണം, തല താഴ്ത്തി പിടിച്ച് പോരണം. ബൈക്കിനാണോ പോണേ? മഴ പെയ്യോ? അമ്മ വെക്കാം, അമ്മ വെക്കാം. ദൈവനെ പിടിച്ചാ നമുക്ക് കയറുന്നിട്ട് അമ്മ വെക്കാം. പാല് അറിയില്ല, വേണമെങ്കിൽ വാങ്ങിച്ചോ. അമ്മ നമ്മളങ്ങനെ ചച്ചുമോനൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ ഒരു പർച്ചേസിങ് ബ്രോഡ്വേ വരെ ഒന്ന് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. പോവാം, ഞാൻ ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. കുഞ്ഞിപ്പെണ്ണെ കൊണ്ടുപോകാലോ അല്ലേ? അപ്പം റെഡി ആവട്ടെ. നമ്മളങ്ങനെ ബ്രോഡ്വേയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു 5-10 മിനിറ്റ് നമ്മളൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. ഇച്ചാന് സാധനം വാങ്ങിച്ച് തിരിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കണം. എന്നിട്ട് വേണം ഇച്ചാന് ജോലിക്ക് പോകാൻ. അതാണ് നമ്മുടെ ചെറിയൊരു പ്രശ്നം. എന്തായാലും നോക്കാം എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ എന്നുള്ളത്. നമ്മൾ ചെന്നോർത്ത് നമുക്ക് വേഗം സാധനങ്ങൾ വാങ്ങിച്ച് പോരാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് അവസാനിക്കും. നോക്കട്ടെ. നമുക്ക് പിന്നെ ഉണ്ടല്ലോ ഈ വീഡിയോയിൽ വേറൊരു സന്തോഷ വാർത്ത കൂടി പറയാനായിട്ട്. അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണത്. നമ്മളിങ്ങനെ എടുക്കുന്ന ഒരു എഫേർട്ടിന് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയുക സപ്പോർട്ട് കിട്ടും പോലെ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനെയും പഴയ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരോടും ഭയങ്കര താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ, നമ്മുടെ വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും ഭയങ്കര ഇൻസ്പിറേഷനാണ്. നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര പ്രോത്സാഹനമാണ്. ഞാൻ വീഡിയോസ് ഇടും, എനിക്ക് വേറെ പണിയില്ലല്ലോ. അപ്പോൾ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ നമ്മളിങ്ങനെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനലിൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയപ്പോൾ ഞാൻ ചാനൽ പറഞ്ഞ എന്താണ് ഈ ചാനലിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നത്? ചാൻ പറഞ്ഞോ, പറയേ. എന്റെ വൈഫിനെ സപ്പോർട്ട് ചെയ്യാം. ഓ താങ്ക് യു താങ്ക് യു. നമ്മളങ്ങനെ ബ്രോഡ്വേ പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചു കേട്ടോ. നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കാർ എടുത്തതാണ്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കാർ കയറ്റി നമുക്ക് ചടങ്ങാണ്. ഇൻ കേസ് കയറ്റി കഴിഞ്ഞാൽ വേഗം ചടപ്പടയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോരണം. അല്ലെങ്കിൽ നമുക്ക് എവിടത്തൊക്കെയാണ് ചീത്ത കേൾക്കാൻ പറ്റുന്നത് നമുക്ക് ഒരു ധാരണ ഉണ്ടാവില്ല. അങ്ങനെ കാരണം അധികം ചീത്ത കേൾക്കാണ്ട് കയറാ ഇറങ്ങാ നമ്മൾ വണ്ടി വിടുക, അങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം
വേഗം നമുക്ക് ദൈവാനുഗ്രഹം കുറച്ചധികം ഉള്ളത് കാരണം വേഗം കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി. അപ്പോൾ ചായൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭംഗിയായിട്ട് നടക്കാന്നാണെങ്കിൽ എനിക്ക് ഞാൻ പരിപ്പോട വാങ്ങിച്ചു. അങ്ങനെ എനിക്ക് പരിപ്പോട വാങ്ങാൻ വേണ്ടി ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് പരിപ്പോട എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആണ്. എത്ര പരിപ്പോട കിട്ടിയാലും ഞാൻ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കിട്ടിയാലും ഞാൻ വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ ദേ നമ്മുടെ പരിപ്പോട വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് കഴിക്കാം. നമ്മളിത് നേരെ പരിപ്പോടൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ചായ വാങ്ങിച്ചൊന്നു അങ്ങനെയാണെങ്കിൽ ചായനെ ഓടിപ്പിക്കും. അത്തിരി ചായ തിരിച്ചു കൊണ്ടല്ലോ ചായ. ഇത് നമ്മുടെ സ്വന്തം പേളി ചേച്ചിയുടെ ഫ്ലാറ്റ് ആണ് കേട്ടോ. നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞതല്ലോ എന്റെ ഞാൻ എന്നും വരുമ്പോ വിചാരിക്കും ഒന്ന് ഈ പരിസരത്ത് എവിടെയെങ്കിലും ആ മനുഷ്യ സ്ത്രീനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. കർത്താവ്യം അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അറിയില്ല. ഇവിടെ എവിടെയോ ആണ് പേളി ചേച്ചിയുടെ ഫ്ലാറ്റ് എന്ന് എനിക്കറിയാം. ഇതുപോലത്തെ കെട്ടിയോമാര് നിങ്ങൾക്ക് കമന്റ് ചെയ്യുക. കെട്ടിയോളമാര് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ കിടന്നിട്ട് വെറുതെ കിടന്ന് റിറ്റേറ്റ് ചെയ്യണ കെട്ടിയോമാരെ, അതായത് ഇതേപോലത്തെയാണ് ആണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. തന്നെ പോലെ 7 ആൾക്കാരുണ്ടോ അപ്പൊ? ഓ ഒരു അവസ്ഥ ആലോചിക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ രാവിലത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളാണ്. അതെ, അതിന്റെ ഒരു പരിപാടിയാണ് ഈ മുതലിനെ കണ്ടോ. ഇത് നേരെ കൊച്ചു തലയിൽ തുണിയിട്ടിട്ട് പള്ളി പോക്കാണ്. അതെ, ഞാനിപ്പോ ഇവിടെ തുണികള് മുഷിഞ്ഞ തുണിയാണോ മുഷിയാത്താണോന്ന് മണത്ത് നോക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇവള് നല്ല തുണികളെടുത്ത് മുഷിഞ്ഞെടുത്ത് കൊണ്ടുവന്നിടും, മുഷിഞ്ഞത് എടുത്തിട്ട് നല്ലോടത്ത് കൊണ്ടുവന്നിടും. എന്ത് ചെയ്യാനാണ് ഗൈസ്. അതെ, അവളുടെ ഡ്രസ്സ് ഇരിക്കുന്ന ഭാഗം ഞാൻ തൊട്ട് നോക്കണില്ല. കാരണം ഞാൻ എങ്ങനെയും ഒതുക്കി വെക്കും, അവളായിട്ട് വന്ന് അലമ്പാക്കും. സോ അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ടാറ്റാ.